OnePlusന്റെ OnePlus Pad Lite എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 16,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus Pad Lite എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ OnePlus Pad Liteൽ 11 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. 1920x1200 എന്ന റെസൊല്യൂഷനിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു റെസൊല്യൂഷൻ ഓക്കെയാണ്. പിന്നെ LCD പാനലാണ് ഇതിൽ വരുന്നത്. ഇപ്പം ഫോണുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ LCD പാനൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതും ഓക്കെയാണ്. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഇപ്പോൾ ഈ ഒരു ടാബിന് കോമ്പറ്റീഷൻ ആയിട്ട് വരുന്ന ഒരു ടാബ്ലറ്റാണ് Realme Pad 2. അതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 16:10 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ആയിട്ടുള്ള തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. വളരെ മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 530 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.39 mm ആണ്. പിന്നെ എയറോ ബ്ലൂ എന്നുള്ള ഒരു കളർ വേരിയൻ്റ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekൻ്റെ Helio G100 എന്ന പ്രോസസ്സറാണ് ഈ ഒരു ടാബിൽ വരുന്നത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പൊതുവേ ടാബുകളിൽ കാണുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. അല്ലാന്നുണ്ടെങ്കിൽ MediaTekൻ്റെ Helio G99 എന്ന പ്രോസസ്സർ. രണ്ടും ഏകദേശം സെയിം ആയിട്ടുള്ള പ്രോസസ്സറുകൾ തന്നെയാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കില്ലാത്തൊരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ് ടാബുകളുടെ കാര്യത്തിൽ. പിന്നെ ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. ഇപ്പം ഇതിൽ 4G സപ്പോർട്ടൊന്നും വരുന്നില്ല, വൈഫൈ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഒരു 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൽ സിമ്മിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്, 4G സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഒരു ടാബിൽ വരുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള OxygenOS സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ 5 മെഗാ ക്യാമറ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിലും 5 മെഗാ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാബ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമല്ല. ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് മതി. ഇപ്പം ടാബുകളിൽ ക്യാമറ എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്യുക, ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ്. അപ്പം ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ടാബിൽ ഓക്കെ ആണ് എന്ന് പറയാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 9340 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ തന്നെയാണ് ഇത്. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ടാബിൻ്റെ ബോക്സിൽ 15 വാട്ടിൻ്റെ ചാർജറേ വരുള്ളൂ. 33 വാട്ടിൻ്റെ ചാർജർ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 17,999 രൂപയാണ്. പിന്നെ ചില ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. 2000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ ലോഞ്ച് ഓഫറായിട്ട് 1000 രൂപയുടെ ഓഫ് വേറെയും വരുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ടാബിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന ഒരു ടാബാണ് Oppo Pad SE എന്ന ടാബ്. അപ്പം ഏകദേശം സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് അതിൽ വരുന്നത്. പക്ഷേ ആ ഒരു ടാബിൻ്റെ വില ഇതിനേക്കാൾ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലായിട്ടാണ് കാണുന്നത്. അപ്പം ഈ രണ്ട് ടാബുകളും നോക്കുക, അതിൽ ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ രണ്ട് ടാബുകളിൽ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ Pad 2 വരുന്നുണ്ട്. അതിലാണെങ്കിൽ എക്സ്ട്രാ നമുക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു ടാബിൻ്റെ വിലയാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി കുറവാണ്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഒരു ടാബ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഏകദേശം സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് അതിലും വരുന്നത്. അതിലും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് അതിലും വരുന്നുണ്ട്. ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു പ്രോസസ്സറുമാണ് അതിൽ വരുന്നത്. എന്നാൽ എക്സ്ട്രാ ആയിട്ട് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു ടാബാണ് എന്ന് പറയാം. വളരെ മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. ആവറേജ് ആയിട്ടുള്ള ഒരു ടാബ് എന്ന് പറയാവുന്നതാണ്. വേറെയും ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ടാബ് എടുക്കുക. അതാണ് ഈ ഒരു ടാബിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.